പാമ്പിന് കറൊന്നും വെള്ളം മേഡം വെള്ളവയിലായിരുന്നു തീരെ പറ്റിയിട്ടുണ്ടായിരുന്നു. 3 ദിവസം നല്ല മഴയായത് കൊണ്ടാണ് ഒത്തിരി വെള്ളം കാണുന്നത്. ആമ ഉണ്ടോ? അതെ മരത്തിൽ ഇവിടെ ഒരു യൂട്യൂബറാണ്. കാണാൻ സമയം കറക്റ്റായിരിക്കും. എന്തോ ഇവിടുത്തെ പാക്കേജിലൊക്കെ കറക്റ്റായിരിക്കും സമയം. നോക്കിയോ എല്ലാം ഉണ്ടോ നോക്കിയോ. പിന്നെ സ്ഥലത്തെത്തി. പാമ്പ് പോയതുണ്ട്. പാമ്പ് പോയതുണ്ടായിരുന്നോ? വലിയൊരു പാമ്പ്. ഓർക്കുമ്പോൾ ചേരയാണോ? കറുത്ത പാമ്പോ? കരിഞ്ചേരയാണോ? ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത് കരിഞ്ചേരയല്ലേ? ചേര മാത്രമല്ല സാർ അവിടെ. ചേരയാണ് കൂടുതൽ. നമ്മൾ ഈ മൺസുമറുള്ള സ്ഥലത്തായി കൂടുതൽ ഇടപാടുന്നത് ഈ ചേര മാത്രമാണ്. എന്തായിരുന്നു ഐഡിയ ഇല്ലായിരുന്നു. ഇത് മറ്റേ ഇല്ല സാർ, ഇത് ഏലക്കായില്ല. ഏലക്കായ ഉണക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോഴും യൂസ് ചെയ്യുന്നതാണോ? അത് യൂസിങ് ഉണ്ട്. പണ്ട് വന്നിട്ട് നമ്മൾ ഇപ്പം യൂസിങ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാ അണിമൽസും ഉണ്ട്. സൂക്ഷിക്കണം അല്ലേ? ഒഴിയപ്പോൾ അതെല്ലാം നമ്മൾ കാണുന്നത് കാണും. ഇതാണ് നമ്മുടെ ഗൈഡ്. ഇത് തേക്കടിയിലൊന്നും ഇത് മനുഷ്യരോട് ഇൻട്രാക്ട് ചെയ്യത്തില്ല. ഇത് നമ്മുടെ സാധനമൊന്നും തിന്നത്തൊന്നുമില്ല. ഇതിന് 40 വയസ്സോളം ആയുസ്സുമുണ്ട്. നമ്മൾ കാട്ടിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. വനത്തിനകത്തിട്ട് കയറണം. തേക്കടി പുറത്ത് റോഡിലൊന്നും വന്നിരിക്കില്ല. ഒന്നുമില്ല പാമ്പ് ഇറങ്ങിപ്പോേ. എന്താ മുമ്പ് കരഞ്ഞു കേട്ടോ. ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല കരയുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. നമ്മൾ തേക്കടി താമസിച്ചപ്പോഴും
പാമ്പിനെക്കാട്ടി വിഷമായി സൂക്ഷിക്കണം. മറ്റേ ഹോൺബില്ലിനെ കാണാനൊക്കത്തില്ലേ ഇപ്പൊ? ഹോൺബില്ല് ഇവിടെ കൂടുണ്ടായിരുന്നു മതം, അത് കൂട് വെച്ച് പുറത്തിറങ്ങി. കോടയായില്ലേ, ഇനി നാളെ രാവിലെ കാണാം. രാവിലെ കാണാം. വീട്ടിൽ ഒരു 6 മണിക്ക് ഇത് വരും, കോട മാറിയാലേ വരും. മലയാളം സൗണ്ടാണ്. മലയാളമാണ് അവിടെ നാടുണ്ട് മലയാളം. കറണ്ടുണ്ടോ? കുഴപ്പമില്ല, കറണ്ടില്ല, രാത്രി ഇടുള്ളൂ. ബീച്ചിന്റെ ആഹാരം നമ്മുടെ ചോറ് പുറത്തിറങ്ങി ഇനി അടുത്ത വർഷം ഉണ്ടാവും. നോക്കി നോക്കി പോയ ഈ മരത്തിലൊന്നും പിടിക്കില്ല കേട്ടോ. കേന്ദ്രം ഇൻസെക്ട്സ് ഉണ്ടോ നമ്മുടെ ദേഹത്ത് കയറിയ പണിയാവും. ആ ഹാ, അതെ, നമ്മളെ മരത്തെ പിടിക്കേണ്ടെന്ന് പറഞ്ഞ. എനിക്ക് നല്ല ശക്തി സൗണ്ടില്ല കൊത്തുന്നല്ലേ. മഞ്ഞ ബീക്ക് കണ്ടോ, എപ്പോഴും 2 എണ്ണം ഉണ്ടാവും. ഒന്നിനേ കണ്ടുള്ളൂ, ഒന്നപ്പം അതിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അവിടെ തന്നെ ഉണ്ട് അല്ലേ? ആ അതെ, അവിടെ തന്നെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. കണ്ടോ കണ്ടോ ഫാത്തിമ, ഫാത്തിമ കണ്ടില്ലേ? ദൂരെ നോക്കി കണ്ടോ? അതാ ഹോൺബിൽ. കണ്ടോ, 2 എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അതിന്റെ പേര് ചെറിയ കൊമ്പിൽ കാലമുണ്ട് തിന്നാൻ വരുന്നത്, പറിച്ച് പറിച്ച് തിന്നുന്നത് കണ്ടില്ലേ? അതാണ് വയലാമ്പിലും ആൺബിലും തന്നെ ഉണ്ട്. നമ്മുടെ റൂമുണ്ടില്ലേ, അതിൻ്റെ അപ്പുറം. ഏതാ? മുള്ളമന്നി അല്ലേ? പക്ഷെ ഇപ്പം കാണാൻ പറ്റുമേ? രാത്രി മാത്രമേ. ഞാൻ തേക്കടിയിൽ ഞങ്ങൾ പോയി അവിടെ താമസിച്ചായിരുന്നു. KTDC ഉണ്ടല്ലോ, അപ്പോൾ അവിടെ രാത്രി 3-4 വരും. സ്ഥിരം കുറ്റികൾ അവിടെ കഴിക്കാൻ വേണ്ടി അവർ ഫുഡ് ഇട്ട് കൊടുക്കും. ഇവിടെ അങ്ങനെ ഒന്നും വരില്ലേ. റൂബിക്കായി കണ്ടില്ലേ? ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. എന്ത് ചെയ്യണം? അത് ആ മഞ്ഞില്ലേ, അതാണ് നമ്മൾ നാളെ രാവിലെ പോകുന്ന ട്രക്കിൽ. അവിടെ പോകുന്നത് ആ മഞ്ഞ് പോയി അപ്പത്തൊക്കെ കൊടുക്കും. അവിടെ ഉണ്ട് അവക്കാടോ. $800 വർഷം പഴക്കമുള്ള 800 800 years.
വാസ്പ് വാസ്പ് ഇങ്ങനെ നമ്മുടെ അത് ഇറങ്ങി ഇറങ്ങി വരുന്നു. എന്തുവാ പുറകിലുണ്ട്. ഒന്നല്ല ഒത്തിരി ഒന്നല്ല ഒത്തിരി ഉണ്ട്. വീഡിയോ ഓണാക്കി. വീഡിയോ അപ്പുറത്ത് നിൽക്കുന്നു കേട്ടോ. ഒത്തിരി ഉണ്ട്. ഒത്തിരി ഉണ്ട് ആണല്ലേ. പണ്ട് അന്ന് ഒരു ടൗൺഷിപ്പ് പോലെ സ്ക്രീൻ വെച്ചിട്ട് സിനിമ കാണിക്കുക വായിച്ചിട്ട് അങ്ങനെയൊക്കെ സംവിധാനം ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ കല്ല് വെച്ചിട്ട് ഉണ്ടാക്കിയ പഴയ കാലത്തിലൂടെ ഇപ്പോഴത്തെ പണിക്കാർക്ക് പറ്റില്ല ചെയ്യാൻ ഈ കല്ല് വെച്ചിട്ട്. കല്ല് വെച്ച വീടൊക്കെ തന്നെ മതി മതി. ഇതാണോ നിങ്ങൾ റിസോർട്ട് പുതുതായിട്ട് ചെയ്യാൻ പോകുന്നത്? ഇത് വന്ന് അപ്പുറത്ത് വരണം. ഇതൊന്നും ഇപ്പൊ തുടങ്ങിയിട്ടില്ല. ഇത് തുടങ്ങിയിട്ടില്ല. എവിടെയാണ് ഒത്തിരി മൃഗങ്ങൾ വരുന്ന പറഞ്ഞാൽ? ഇവിടെയും വരും. ഇതിന്റെ ബാക്ക് ഡാമാണ്. ഇത് ബുക്കിംഗ് തുടങ്ങിയിട്ടില്ല എൻ്റെ? ഇല്ല ഇല്ല, ഇത് തുടങ്ങിയിട്ടില്ല. ഇത് വന്നിട്ട് ഓ വീടിടിച്ചോ? ഇവിടെ വൈകിട്ട് എല്ലാം വെള്ളം കുടിക്കാൻ വരും. ഓ ഇവിടെയല്ലേ. ഇതാട്ടോ എന്തോ ആ നോക്കിയാ അല്ലേ. നോക്കിയോ ഫോസ് വല്ലതും ഉണ്ടോന്ന്, ആനിമൽസ് വല്ലതും ഉണ്ടോ നോക്കി. ഇല്ല ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ കാണാം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇപ്പം നിലവിലൊന്നുമില്ല. നല്ല മലയില്ലേ?
ഒരു കാവസ്ഥയുള്ള വെള്ളം ഇതുകൊണ്ടൊരു വലിയ ലേക്ക്